അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ, അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. ദൈവത്തിന് സ്തോത്രം. നാം അധിവസിക്കുന്ന ദേശത്തിനു വേണ്ടി ആത്മഭാരത്തോടെ ദേശത്തിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗാണ് നാഷണൽ പ്രയർ കോൺഫറൻസ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുക: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മഭാരത്തോടെ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുക എന്നതാണ് ഈ കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനായ കർത്താവിന്റെ ദാസൻ ബാബു ചെറിയാൻ പാസ്റ്ററും ഈ ദിവസങ്ങളിൽ അനേക പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന പാസ്റ്റർ ബിജി അഞ്ചലും, ക്യാൻസർ രോഗം വന്ന് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ കർത്താവിന്റെ ദാസൻ ചിക്കു കുര്യാക്കോസ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കുകയും ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ ഡോക്ടർ ബ്ലസ്സൻ മേമന അനേക അനുഭവത്തിന്റെ ഗാനങ്ങൾ രചിക്കുകയും പാടുകയും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രിയ ബ്ലസ്സൻ മേമന വർഷിപ്പ് ലീഡ് ചെയ്യുകയും ഈ UAE-യിൽ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയലാൽ ലോറൻസും വർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ദൈവിക സന്ദേശങ്ങൾ ഈ മീറ്റിംഗിൽ കടന്നു വന്ന ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമായി മാറി. അനേക രോഗികൾ സൗഖ്യമാകുന്നതും അനേകർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും അനേകർ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുന്നതും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും നടക്കുന്ന സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിലാണ് ദൈവം ഇങ്ങനെ ഒരു ആലോചന തന്നത്. പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനയുടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ മീറ്റിംഗിന്റെ CD DVD കാണുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിപ്പാനിടയാകും. ഈ DVD കാണുന്ന നിങ്ങളിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ തന്നെ ഉടലെടുക്കും. ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളിലേക്ക് പകരപ്പെടുവാനിടയാകും. ഈ DVD കാണുമ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യമാകും, അനേകർ യേശുവിനെ അറിയുവാനിടയാകും, അനേകർ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും യൂണിയൻ ചർച്ച് ഹാൾ നമ്പർ 9-ൽ വെച്ച് ഈ ദേശത്തിലെ ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ചുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതിലും തുടർന്ന് നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കണം നിങ്ങളുടെ കുറേ കർത്താവേ. എന്നും വചനം കേട്ട് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരേണ്ടതിനായി ഏൽപ്പിക്കുന്നു. ആമേൻ. ഇതിന്റെ പുറകിൽ പഠിപ്പിക്കുന്ന എല്ലാവരും ഇതിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പാടി സഹായിക്കുന്ന സഹോദരന്മാർ, മ്യൂസിക് വായിക്കുന്നവർ, കർത്താവെ വചനം പഠിപ്പിക്കുന്നവർ, വളണ്ടിയേഴ്സായി നിൽക്കുന്നവർ, സകലരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലരെയും നിന്റെ നാമത്തിൽ അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ കോൺഫറൻസ് അപ്പുറത്തെ നാളത്തെ അതിശക്തമായി അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ അവിടെ സമയം കഴിഞ്ഞാൽ കടന്നു ഒരാളെ ജനത്തെ നീ എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തേണ്ടതിനായി ഏൽപ്പിക്കും കർത്താവെ. ട്രാഫിക്കിനെയൊക്കെ മാറ്റി പാർക്കിംഗ് ലഭിച്ച് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് തന്നെ നാമത്തെ ഉയർത്തുവാൻ തവണം കർത്താവ് കുറയേണ്ടതിനായി ഏൽപ്പിക്കുന്നു. പരിസരത്തെ നീ കാത്തു സൂക്ഷിക്കുന്ന കൃപയ്ക്കായി നന്ദി. സകല കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പരമപിതാവേ. You're the living water.
never drying fountain, Comforter and Counselor, you take complete control, and you're the living water, never drying fountain, Comforter and Counselor, take complete control. Varum Thuya Aaviye, பிரசன்னத்தை வாஞ்சிக்கிறோம், வல்லமையாய் என்னை நிறைத்து நீ ஆறுதல் செய்ய. ஓ வாரும் தூய ஆவியே, உம் பிரசன்னத்தை வாஞ்சிக்கிறோம், உம் வல்லமையாய் என்னை நிறைத்து நீ ஆறுதல் செய்ய. அக்கினியும் நீரே, பெருங்காற்றும் நீரே, பெருமழை போலவே நாவியே ஊற்றும். அக்கினியும் நீரே, பெருங்காற்றும் நீரே, பெருமழை போலவே நாவியே ஊற்றும். வாரும் தூய ஆவியே, உம் பிரசன்னத்தை வாஞ்சிக்கிறோம், உம் வல்லமையாய் என்னை நிறைத்து என் ஆறுதல் செய். ஜீவ தண்ணீர் நீரே, தாகம் தீர்க்கும் ஊற்றே, ஆலோசனை கர்த்தரே, நாவியே ஊற்று. ஜீவ தண்ணீர் நீரே, தாகம் தீர்க்கும் ஊற்று, ஆலோசனை கர்த்தரே, நாவியே ஊற்று. வாரும் தூய ஆவியே, உம் பிரசன்னத்தை வாஞ்சிக்கிறோம், உம் வல்லமையாய் என்னை நிறைத்து நீ ஆறுதல் செய்ய. ஓ வாரும் தூய ஆவி, லமனஷ்யாந்தரமா, பிரசன்னத்தை வாஞ்சிக்கிறோம்,
വല്ലമയായി എന്നെ നിറയ്ത്ത് നാറുകൾ അഗ്നിയും നീരേ പെരുങ്കാറ്റും നീരേ പെരുമഴை போலவே நாவியே ஊற்று அக்கினியும் நீரே பெருங்காற்றும் நீரே பெருமழை போலவே நாவியே ஊற்று Welcome Holy Spirit and we are in your presence. Fill us with your power. Live inside of me. Fill us with your power. Live inside of me. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാൻ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാൻ മന്നവ വർണ്ണിപ്പാനേളുതല്ല എനിക്ക് മന്നവ വർണ്ണിപ്പാനേളുതല്ല എനിക്ക് തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാൻ മന്നവ വർണ്ണിപ്പാനേളുതല്ല എനിക്ക് മന്നവ വർണ്ണിപ്പാനേളുതല്ല എനിക്ക് തേടി വന്നോ ലോഷിയാമെന്നെയും എന്നെയും നാഥാ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും പോഷിപ്പിക്കാം പഥ്യവചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാം പഥ്യവചനമാം ക്ഷീരത്താലെന്നെ നിർമ്മലതോയം നിത്യം കുടിപ്പിച്ചു നിർമ്മലതോയം നിത്യം കുടിപ്പിച്ചു പച്ചപ്പുൽശയ്യയിൽ കിടത്തിയിടുന്നോനെ പച്ചപ്പുൽശയ്യയിൽ കിടത്തിയിടുന്നോനെ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും പാടിക്കേ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഇത്രമാം സ്നേഹം ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാ ഇത്രമാം
മന്നവ വർണ്ണിപ്പാനിളുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനിളുതല്ല. അടുക്കി ഇത്രമാ സ്നേഹം, ഇത്രമാ ഉയിർ കൊടുത്തേനിക്ക, ഇത്രമാ ഉയിർ കൊടുത്തേനിക്ക, മന്നവ വർണ്ണിപ്പാനിളുതൽ, മന്നവ. ഒരു പ്രാവശ്യം പാടിക്ക് ഇത്രമാം സ്നേഹം, ഇത്രമാം ഇത്രമാം സ്നേഹം മന്നവ വർണ്ണിപ്പാനിളു, മന്നവ. പാടിക്ക് തേടി വന്നു, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും തേടി വന്നു ദോഷിയാമെൻ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫുൾ ടൈം മിനിസ്റ്റർ തുടങ്ങിയിട്ട് 4 വർഷത്തോളം ആരെങ്കിലും കൈ അടിച്ചില്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് അടിപ്പിക്കുമായിരുന്നു, ആരെങ്കിലും കൈ ഉയർത്തിയില്ലെങ്കിൽ ചെന്ന് കൈ പൊക്കിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞൊരു ദിവസം ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞ് എനിക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നി. കാര്യം വചനം പറയുന്നു, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദുബൈയിൽ നിന്നല്ല എവിടെ പോയാലും എനിക്കിപ്പം ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഇഷ്ടമില്ല. കൈ ഉയർത്ത്, കൈ പൊക്ക്. 2 വർഷം കൂടി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പിള്ളേരെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ആ പിള്ളേരെ കെട്ടിപ്പിടിക്കൊരു ഉമ്മ കൊടുക്കുന്നു. ഹലോ ഹലോ 2 വർഷം ജോലി ചെയ്തിട്ട് അവധിക്ക് നാട്ടിൽ ചെല്ലുമ്പം സ്വന്തം മക്കളെ കാണുമ്പം അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കണ്ട ആ കൊച്ചിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ. അപ്പനാണെങ്കിൽ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. കാര്യം അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്, അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള എന്താ പറയുന്നത്, സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്, പ്രകടനമാണ്. ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ് ടു ഗാഡ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതികരണം. ആമേൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ദയവായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. കൈ ഉയർത്തേണ്ടവരെല്ലാം കൈ ഉയർത്തിക്കോണം. ആമേൻ. കിടക്കാൻ തോന്നുന്നെങ്കിൽ കിടന്നോണം, നിൽക്കാൻ തോന്നുന്നെങ്കിൽ നിന്നോണം, നടക്കാൻ തോന്നുന്നെങ്കിൽ നടന്നോണം. ഇതെനിക്ക് അപ്പനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം. ആമേൻ. ഹലോ, എൻ്റെ കൂടുള്ളവരൊന്ന് കൈവീശി കാണിച്ചേ. ആമേൻ. ഹല്ലേലൂയ. സ്വന്തം മക്കളെ 2 വർഷം കൂടി കാണുമ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ അയൽവക്കക്കാരൻ്റെ ശുപാർശ വേണ്ടെങ്കിൽ 2000 വർഷം മുമ്പ് നിൻ്റെ പാപത്തെ കഴുകിയ കർത്താവിനെ സ്തുതിക്കാൻ എൻ്റെ ശുപാർശ വേണ്ട.
ആമേൻ. ആരുടെയും ശുപാർശയിലല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. വർഷിപ്പ് ലീഡർ പറഞ്ഞുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ആമേൻ. ഇവിടെ നിന്ന് ഒത്തിരി പേരുടെ എൻകറേജ്മെൻറ്റ് കിട്ടിയിട്ട് നീ കർത്താവിനെ ആരാധിക്കണ്ട. അങ്ങനത്തെ ആരാധന കർത്താവിന് വേണ്ട. കാര്യം എൻ്റെ കർത്താവ് ഒരാരാധന കൊതിയനല്ല. ആമേൻ. ഹലോ, അവൻ ആരാധന കൊതിയനല്ല. ബട്ട് ഹീ ഈസ് വർതി. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ പാടിക്കേ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോരാ നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോരാ നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരും നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരും നിൻഹിതം ചെയ്യുവാൻ. പാടിക്കേ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്ക. എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ, അങ്ങ് ഇഷ്ടം എന്നിൽ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു. എൻ ദൈവമേ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്ക. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്ക. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ. ഇന്ന് പകലത്തെ വചനാധ്യാനത്തിനായി യൂദാ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. യൂദാ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ
ഞാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിച്ചെഴുതുക ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഇന്നും വൈകുന്നേരവും നാളെയുമൊക്കെയായി നാം ധ്യാനിക്കുന്നത് യൂദായുടെ ലേഖനത്തിൽ നിന്ന് തന്നെയായിരിക്കും. അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിച്ചെഴുതുക ആവശ്യമെന്ന് എനിക്ക് തോന്നി. ആ വചനത്തിൻ്റെ അല്പം കൂടെ ലളിതമായ പരിഭാഷ വന്നിരിക്കുന്നത്, വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. ഞാൻ നിർബന്ധിതനായി. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായി സമയങ്ങൾ ബോധപൂർവം വേർതിരിക്കുമ്പോൾ നമ്മുടെ സാധാരണഗതിയിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് മറ്റൊരു നിലവാരത്തിലേക്ക് ഉയരണമെന്ന് വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ നടത്തി വരുന്ന പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾ ദയവായി വചനത്തെ ശ്രദ്ധിക്കണമേ. ആളുകൾ വരും പോകും, അതെല്ലാം സംഭവിക്കട്ടെ. ചിതറിയിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ശുശ്രൂഷയ്ക്കൊരു അസ്വസ്ഥത. എന്നാലും നിങ്ങൾക്കത് സൗകര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. നിങ്ങൾ എവിടെ വേണേലും ഇരുന്നു കൊള്ളുക. പക്ഷേ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാരണം വചനം ദൈവമാണ്. ആമേൻ. ആ വചനം ദൈവമായതുകൊണ്ട് വചനധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അല്ലാതെ രണ്ട് പാട്ട് പാടി ആരാധന തീർത്ത് ഇനിയൊരു പ്രസംഗം, അതല്ല. അത് നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ദൈവവചന ധ്യാനം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ വാസ്തവത്തിൽ കത്തിക്കേണ്ടത് ദൈവവചനം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചയിൽ നിന്ന് നാം ഉയർന്നു വരുന്ന ഒരാത്മമണ്ഡലമുണ്ട്. അത് വചനധ്യാനത്തിലൂടെ നമ്മളെ പ്രവേശിപ്പിക്കുന്ന ആത്മതലമാണ്. അവിടെയാണ് വാസ്തവത്തിൽ അസാധാരണമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് വരാം. ഈ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ എമ്മവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച്? എമ്മവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ മാനസിക തലം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് സഞ്ചരിച്ചെന്നാണ്. എപ്പോഴാണ് ഞാൻ തർക്കിച്ചും വാദിച്ചും കൊണ്ട് സഞ്ചരിക്കുന്നത്? തർക്കിച്ചും വാദിച്ചും കൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നത് ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല, ഒരു നിഗമനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല, ഒരു കാര്യത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഞാൻ ആകുമ്പോഴാണ് തർക്കവും വാദവും എൻ്റെ അകത്ത് തന്നെ സംഭവിക്കുന്നത്. ഞാൻ അപരനോട് നടത്തുന്നതല്ല. നമുക്ക് തന്നെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ നടക്കുമോ നടക്കത്തില്ലയോ, സൗഖ്യമാകുമോ ഇല്ലയോ, വാഗ്ദത്തം ലഭിക്കുമോ ഇല്ലയോ, പരാജയപ്പെടുമോ ഇല്ലയോ, സ്ഥിരത കിട്ടുമോ ഇല്ലയോ,
ഇങ്ങനെ അസ്വസ്ഥമാകുന്ന ചിന്തകൾ പേറി നടക്കുന്ന യാത്രയാണ് എമ്മൗസ്. ഇങ്ങനെ നടന്നു പോകുന്ന ഒന്ന് രണ്ട് മനുഷ്യരുടെ നടുവിലാണ് വാസ്തവത്തിൽ യേശുക്രിസ്തു ഇറങ്ങി വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം തർക്കിച്ചും വാദിച്ചും കൊണ്ട് നടക്കുന്ന രണ്ട് വ്യക്തികളുടെ നടുവിൽ വെളിപ്പെട്ടപ്പോൾ യേശുക്രിസ്തു അവരോട് പ്രവചിച്ചില്ല. അവരോട് പ്രവചിക്കാമായിരുന്നു കർത്താവിന്, പക്ഷെ പ്രവചിച്ചില്ല. പ്രവചിക്കാതെ കർത്താവ് എന്താ ചെയ്തത്? തിരുവെഴുത്തുകളിൽ നിന്നും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അവരുടെ നടുവിൽ കർത്താവ് പങ്കുവച്ചു. ഇങ്ങനെ തിരുവെഴുത്തുകളിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അവിടെ സംഭവിച്ചത് കേൾവിക്കാരൻ്റെ ഹൃദയം കത്തി. ദൈവവചന കേൾവിയിൽ ഹൃദയം കത്തിയവനെ പിന്നീട് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മ ശക്തിയാൽ നടക്കുന്ന പുറപ്പാടിന് വിധേയപ്പെടുന്ന മാളിക മുറിക്കകത്താണ്. അപ്പോൾ നമ്മുടെ വചനധ്യാനം നമുക്ക് നൽകുന്ന ആത്മീക അഗ്നിയാൽ ഇന്നു പകൽ അണഞ്ഞുപോയ നമ്മുടെ ഹൃദയമണ്ഡലം കത്തുമെങ്കിൽ തർക്കവും വാദവും അസ്വസ്ഥതകളും ഒക്കെ നിഴലിട്ട് നിൽക്കുന്ന നമ്മുടെ അകം വചനത്തിൻ്റെ പ്രകാശത്തിലാണ് കത്തേണ്ടത്. ആ കത്തൽ നമ്മളെ കൊണ്ടുപോകുന്ന ഇതുവരെ നാം എത്തിച്ചേരാത്ത ഒരാത്മീക നിലവാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അവിടെയാണ് അസാധാരണമായ പ്രാർത്ഥനയുടെ പോരാട്ടം നടക്കുന്നത്. ഇന്ന് പകൽ അവിടെയാണ് വചന കേൾവിയുടെ പ്രാധാന്യം, വചനധ്യാനത്തിൻ്റെ പ്രാധാന്യം. എഫേസ്യ ലേഖനം പ്രാർത്ഥനയുടെ പൂർണ്ണ സ്ഥിരതയെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. കൊലോസ്യ ലേഖനം പ്രാർത്ഥനയുടെ പോരാട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും പോരാടുന്നു. യൂദയുടെ ലേഖനം പറയുന്നത് വിശ്വാസത്തിനായി നിങ്ങൾ പോരാടണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതാൻ സകല പ്രയത്നവും ചെയ്തു. അതിന് നല്ല ട്രാൻസ്ലേഷൻ, ഞാൻ നല്ലതുപോലെ ഉത്സാഹിച്ചെന്ന ആത്മാവിൽ. ഞാൻ കർത്താവിൻ്റെ ആത്മാവിനോട് ചോദിച്ചു രക്ഷയെക്കുറിച്ച് അവരോട് രണ്ട് വാക്ക് പറയാൻ കർത്താവ് എന്നെ സഹായിക്കേ. പരിശുദ്ധാത്മാവ് യൂദ എന്ന് പറഞ്ഞ ദൈവമനുഷ്യനോട് എന്താ പറഞ്ഞറിയാമോ? വിശ്വാസത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ അവരോട് പറ. അപ്പൊ ഇന്ന് പകൽ നാം പ്രാർത്ഥനയ്ക്കായി പ്രവേശിക്കുന്നത് എവിടേക്കാ? നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കാനുള്ള ഒരു യുദ്ധത്തിനായിട്ടാണ് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഒരുക്കുന്നത്. 25 വാക്യങ്ങളിൽ യൂദ ലേഖനം എഴുതി അവസാനിപ്പിച്ചു. എന്നാൽ 25 അധ്യായങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനാവാത്ത തരത്തിലുള്ള ദൂതുകളുടെ സമാഹാരം ഈ ലേഖനത്തിനകത്തുണ്ട്. 25 അധ്യായങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനൊക്കത്തില്ല. അത്ര ഈടുറ്റതും മനോഹരവുമായ അടുക്ക് ഈ ലേഖനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അത്ര ദൈവാത്മ നിയോഗിതനായി തന്നെയാണ് ആ ദൈവമനുഷ്യൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ പോരാട്ടത്തിനായിട്ടാണ് ഇന്ന് പകൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. തകർച്ചകൾ നേരിട്ട തലമുറകൾ, പരാജയപ്പെട്ട തലമുറകൾ, അസ്വസ്ഥതകൾ വ്യാപരിച്ച തലമുറകൾ, ഇവരെക്കുറിച്ചെല്ലാം യൂദ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലകളുടെ വാഗ്ദത്ത വഴികളിൽ പ്രയാണം ചെയ്തവർ തകർന്നുപോയ വ്യക്തമായ സംഭവങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നമ്മളെക്കാൾ തീക്ഷ്ണതയോടും തീവ്രതയോടും ഇറങ്ങിത്തിരിച്ച തലമുറകൾ ഇന്നലകളുടെ പ്രയാണത്തിൻ്റെ പാതകളിൽ തകർന്നുപോയത്, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് പറയാം, വിശ്വാസത്തിനു വേണ്ടി പോരാടണം. ഇന്നലകളിൽ തിരുവചന താളുകളിൽ പറഞ്ഞിരിക്കുന്ന താരങ്ങൾ തകർന്നു.
മിന്നി നിന്ന പല താരങ്ങളും കരിക്കട്ടയായി മാറി തകർന്നുപോയി. ഇതിന്റെ രേഖാചിത്രവും അതിന്റെ നാൾ വഴികളും ആത്മാവ് പറഞ്ഞിട്ട് നമ്മോട് പറയുന്നു, വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. ഈ ദിവസങ്ങളിൽ നാം പ്രവേശിക്കുന്നത് അവിടേക്കാണ്. ഇന്നലകളിൽ നമ്മൾ ഇടറിപ്പോയ വഴികളുണ്ട്. പരസ്യമായി സമ്മതിക്കാൻ നമുക്ക് മടിയുണ്ടാകും. ഇന്നലകളിൽ പരാജയപ്പെട്ട മേഖലകളുണ്ട്. സ്ഥായിയായി ജയിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട്. മാനസിക മണ്ഡലങ്ങളിൽ, ജഡിക ശക്തികളുടെ അനുഭവങ്ങളിൽ, പ്രതികരണങ്ങളിൽ, ദൈവദത്തമായ മനോഭാവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിൽ, വിശ്വാസത്തിൽ ജ്വലിക്കാൻ കഴിയാതെ സംശയ വിചാരങ്ങളിലും മുൻവിധികളിലുമൊക്കെ പിടിക്കപ്പെട്ട് തകർന്നുപോയ ആത്മീക ജീവിതത്തിന്റെ ചില മേഖലകളെ ഇന്നു പകൽ സൗഖ്യമാക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഗൗരവമാണ് ഈ ആലോചന. യൂദ പറഞ്ഞു തുടങ്ങുന്നത്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും പുത്രനായ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടുമിരിക്കുന്ന വിളിക്കപ്പെട്ടവർക്ക് ഞാൻ എഴുതുന്നത്. ഒന്ന്, പിതാവായ ദൈവത്താൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ട്. അത് വിശ്വാസത്താല ഞാൻ ഏറ്റെടുക്കണ്ടേ. എന്താ? എന്നെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ മാനദണ്ഡം. എൻ്റെ മേൽ വ്യാപരിക്കുന്ന സൗഖ്യമോ, എൻ്റെ സാമ്പത്തിക നിലവാരത്തിൻ്റെ ഉയർച്ചയോ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളോ ഇതൊന്നുമല്ല. പിന്നെയോ, ലോകസ്ഥാപനത്തിന് മുന്നമേയുള്ള തെരഞ്ഞെടുപ്പിൽ കർത്താവ് എന്നെ കണ്ടു എന്നത് തന്നെയാണ് അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ മാനദണ്ഡം. തിരുവചന താളുകളിൽ പലരെയും ഞാൻ കണ്ടു. മാനസാന്തരപ്പെടാൻ മടിയില്ലാത്ത ദാവീദിനെ ഞാൻ കണ്ടു. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ദൂത് പറഞ്ഞ മനുഷ്യനെ ഒരുപക്ഷെ അവൻ്റെ തല തെറിപ്പിക്കാൻ അധികാരമുള്ള തലത്തിലായിരിക്കാം ദാവീദ് എന്ന് പറഞ്ഞ മനുഷ്യൻ നിന്നത്. തിരിച്ചവന് പറയാമായിരുന്നു, നിന്റെ ആലോചന ശരിയല്ല എന്ന്. ഇതൊന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ മുറിക്കകത്ത് മുഴങ്ങുമ്പോൾ അടുത്തത് നാം കാണുന്നത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ രട്ടുടുത്ത് തകർന്നവനായി കിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. എന്തുകൊണ്ട് തമ്പുരാൻ അഭിമാനത്തോടെ ഇന്നും പറയുന്നു, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അവന് സംഭവിച്ച പരാജയം ഇന്നും ഓർമ്മയില്ലേ നമുക്ക്? വീഴ്ചകൾ, തകർച്ചകൾ. മട്ടുപ്പാവിന്റെ കിളിവാതിലിലൂടെ കണ്ട ദൃശ്യത്തിന് മുൻപിൽ അവൻ തകർന്നുപോയി. ആ പാപത്തെ മൂടാൻ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അവനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇസ്രായേലിന്റെ മധുരഗായകനെ അംഗീകരിക്കാൻ സ്വർഗം തയ്യാറായത് ദൈവത്തിന്റെ ദൂതിന്റെ മുൻപിൽ തകരുന്ന ഒരു മാനസിക മണ്ഡലം അവനുണ്ടായിരുന്നു. എൻ്റെ കാതുകളിൽ പലപ്പോഴും തിരുത്താൻ ഞാൻ കേൾക്കുന്ന ദൈവശബ്ദത്തിന് മുൻപിൽ രട്ടുടുക്കാൻ തയ്യാറാകാത്ത ഞാനും, ആ മനുഷ്യൻ നീ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ദൂതിന്റെ മുൻപിൽ തകരാൻ തയ്യാറായ ദാവീദും ഇന്ന് പകൽ നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ നമ്മോട് എന്താ പറയുന്നെന്നറിയാമോ? ദാവീദ് എന്ന് പറയുന്ന നൃത്തം ചെയ്യാൻ മടിയില്ലാത്ത, യഹോവയുടെ മഹത്വത്തെ കണ്ട് ആരാധിക്കാൻ മടിയില്ലാത്ത, തകരാൻ മടിയില്ലാത്ത, കരയാൻ മടിയില്ലാത്ത, അവൻ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ മാത്രം നിൽക്കുമ്പോൾ ഈ യോഗ്യതകളൊന്നും ഇല്ലാത്ത നമ്മളെ കൊണ്ട് ഇന്ന് പകൽ അവൻ വിളിപ്പിച്ചത് യജമാനനെ എന്നല്ല, ഗുരു എന്നല്ല. ഇന്ന് പകൽ നമ്മളെ കൊണ്ട് വിളിപ്പിച്ചത് അബ്ബാ പിതാവേ എന്ന. കർത്താവ് എന്നെ സ്നേഹിക്കുന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്നെന്നും തെളിയിക്കാൻ ഇനി 100 സംഭവങ്ങളുടെയും സാക്ഷ്യങ്ങളുടെയും ആവശ്യമില്ല. യോഗ്യത നോക്കിയാൽ ഒട്ടും യോഗ്യത ഇല്ലാത്ത നമ്മളെ മക്കളാക്കി വെച്ച അതാ ദൈവത്തിന്റെ സ്നേഹം. ഇരുപത്തിനാല് വർഷം വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ നിന്ന് പരാജിതനാണ് അബ്രാം. ചത്തുപോയ ശരീരത്തിന്റെ ഉടമസ്ഥനായി വാഗ്ദത്തങ്ങൾ ജനിപ്പിക്കേണ്ട സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചവനായി
ദീർഘമായ 24 വർഷങ്ങളുടെ പഴമയും പാരമ്പര്യവും അവകാശപ്പെടുന്ന അബ്രാമിന്റെ മുൻപിൽ പുതിയ ഭാവത്തിലും രൂപത്തിലും ഇറങ്ങി വന്ന തമ്പുരാൻ പറഞ്ഞു, ഞാൻ സർവശക്തൻ. അവന് പറയാൻ ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, ആമേൻ. ദീർഘമായ വർഷങ്ങൾ പ്രാപിക്കാൻ കഴിയാതിരുന്ന അനുഭവങ്ങൾ, അതുമായി നിൽക്കുന്നവനാണ് ഞാൻ. 24 വർഷങ്ങൾ കൊണ്ട് പുറപ്പെട്ടിട്ടും ഒരു വാഗ്ദത്തം പോലും അവകാശമാക്കാൻ കഴിയാതെ തകർന്നവനാണ് ഞാൻ നിർജീവമായി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയവന്. എന്നാൽ ഇന്നു മുൻപിൽ 12-ാമത്തെ അധ്യായത്തിൽ വാഗ്ദത്തം കേട്ട് ആമേൻ പറഞ്ഞ് യാത്ര തിരിച്ചവനാ. 24 വർഷം കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ട ദൂതിന്റെ മുൻപിൽ അവൻ വീണുപോയി. നമ്മളൊക്കെ 12-ാമത്തെ അധ്യായത്തിൽ വീഴും, 17-ാമത്തെ അധ്യായത്തിൽ ആമേൻ പറയും. എന്നാൽ 12-ാമത്തെ അധ്യായത്തിൽ ആമേൻ പറഞ്ഞവൻ 17-ാമത്തെ അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ 24 വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവൻ 24-ാമത്തെ വർഷം അവന്റെ മുൻപിലിറങ്ങിയ ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ വീണ് കിടന്നു. നമ്മുടെയൊക്കെ തുടക്കമാണ് പരിസരം മറന്നൊക്കെ കർത്താവിനെ സ്തുതിച്ച് ശുശ്രൂഷകന്റെ കുപ്പായം ഇടുന്നതിന് മുൻപ് ഇതൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ പരിചയവും പഴമയും ഒക്കെ ആയപ്പോൾ ആമേൻ ഇപ്പോൾ അതിനെല്ലാം അതിൻ്റെതായ ഒരു സ്റ്റൈലിലേക്ക് മാറിയെങ്കിൽ ഇന്ന് പകൽ അത് യുദ്ധം ചെയ്ത് ആ മനോഭാവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഉടയ്ക്കണം. ആ മനുഷ്യൻ സ്നേഹിതനായി. പാരമ്പര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് തമ്പുരാന്റെ ദൂതിന്റെ മുൻപിൽ വീഴാൻ മനസ്സില്ലാത്ത എന്നെ അവൻ പുത്രനാക്കി. സ്നേഹിക്കുന്നുണ്ടോ അവൻ? അങ്ങനെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിനായി നമ്മളെ അവൻ സൂക്ഷിക്കുകയാണ്. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന പദത്തിന് തുല്യമായി വരുന്ന മറ്റൊരു പദം ആമേൻ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാ, യേശുക്രിസ്തുവിനായി സംരക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരെന്ന. ഉണ്ടോ? ദൈവം നമ്മളെ അങ്ങ് സംരക്ഷിച്ച് സൂക്ഷിച്ചു വയ്ക്കുകയാ. ആർക്ക് വേണ്ടി? യേശുക്രിസ്തുവിന് വേണ്ടി. പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞത്, അന്ത്യകാലത്തു വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്ന നാം. ആദാമ്യ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയിലേക്ക് ഞാൻ വന്നു. അത് കഴിഞ്ഞതാ. എന്നാൽ ഇപ്പോ നമ്മുടെ പ്രശ്നം എന്താ? ഇപ്പോ നമ്മുടെ പ്രശ്നം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുന്ന പാപത്തിന്റെ ശക്തി നമ്മുടെ ശരീരങ്ങളിലുണ്ട്. തമ്പുരാൻ പറഞ്ഞു, പാപം ചെയ്യിക്കാൻ പാകത്തിലുള്ള ശക്തി നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ, നിന്റെ അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ, ആസക്തികളുണ്ടെങ്കിൽ, ആ ശക്തിയെ തോൽപ്പിക്കാനുള്ള ദൈവശക്തിയെ വിശ്വാസത്താൽ ഞാൻ നിന്റെ മേൽ പകർന്ന് ആമേൻ പാപ സാഹചര്യങ്ങളെ പരാജയപ്പെടുത്തി അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ സൂക്ഷിക്കാം. അപ്പോൾ പ്രാർത്ഥനാനിരതനായിരിക്കുന്ന എൻ്റെ മേൽ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി കേവലം ഒരു സൗഖ്യം മാത്രമല്ല തരുന്നത്, അത്ഭുതം മാത്രമല്ല തരുന്നത്, എൻ്റെ ജോലി കാര്യങ്ങളിലോ എൻ്റെ ബിസിനസ്സിലോ ഉള്ള വർധനവ് മാത്രമല്ല തരുന്നത്. പിന്നെയോ ഇന്നലകളിൽ എനിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞ എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ രഹസ്യമണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ നിയമം തെറ്റിച്ചു നടന്ന പല സന്ദർഭങ്ങളും ഇനി എൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ചാൽ ഒരു നിയമവും തെറ്റിക്കാൻ കഴിയാത്ത തരത്തിൽ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ പകർന്നിട്ട് ആ പാപ സാഹചര്യങ്ങളെ തോൽപ്പിച്ച്, ഹേ പാപമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിക്കത്തക്ക തരത്തിൽ നമ്മളെ പോരാളിയാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ശക്തി പകരാൻ കർത്താവ് വിശ്വസ്തനാണ്.
വിശ്വാസം മൂലം ദൈവത്തിൻ്റെ ശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്ന നാം. അതാ പത്രോസ് പറഞ്ഞേ. യൂദ എന്താ പറഞ്ഞു തുടങ്ങുന്നെന്ന് നോക്കിയേ. നിങ്ങളെയും അതുപോലെ കർത്താവ് സൂക്ഷിക്കുകയാ, ചീഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ, ആമേൻ, പരാജയപ്പെടാതെ നിങ്ങളെ സൂക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥന. അതുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത്. ആവർത്തിച്ചു വരുന്ന പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യനല്ലേ, ബലഹീനനല്ലേ എന്ന് പറഞ്ഞ് ആമേൻ സ്വയം ആശ്വസിപ്പിക്കുന്ന നമ്മുടെ ആശ്വാസത്തിൻ്റെ ചിന്തയുണ്ട്. അത് വാസ്തവത്തിൽ ആമേൻ തിരുവചനം നമ്മളെക്കുറിച്ച് വിഭാവനം ചെയ്യുന്ന ആ ഉന്നതമായ പദവിക്ക് യോജിച്ച ചിന്തയെ അല്ല. ആമേൻ. കർത്താവ് പറഞ്ഞു, നിന്റെ പ്രശ്നം എന്താ? നിന്റെ പ്രശ്നം ആമേൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ നിന്നെ പരാജയപ്പെടുത്തുന്ന പാപത്തിന്റെ ശക്തി തന്നെയല്ലേ നിന്റെ പ്രശ്നം, അല്ലേ? പലപ്പോഴും നമ്മുടെ മനസാക്ഷിയിൽ കുറ്റബോധം വിതയ്ക്കുന്നതും പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തുന്നതുമായ വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതൊക്കെ പാപമെന്ന് പറഞ്ഞാൽ, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമെന്ന് പറയുന്നെങ്കിൽ, ആമേൻ, ഇങ്ങനെയുള്ള പാപങ്ങൾ എന്നിൽ സംഭവിക്കുന്ന ആ മണ്ഡലത്തിലാണ് എനിക്ക് വിടുതൽ സംഭവിക്കേണ്ടതെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ കർത്താവ് പറയുന്നു, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ ശക്തിയാൽ അവൻ നമ്മെ സൂക്ഷിക്കുന്നു. എന്തിന്? അന്ത്യകാലത്തു വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആമേൻ ഇറങ്ങി വരുന്ന നസറായനായ യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവശക്തി പകർന്ന് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം. ആവർത്തിച്ച് സംഭവിച്ച അരുതായ്മകൾ ഇനി ആമേൻ എന്നിൽ സംഭവിക്കാത്ത നിലവാരത്തിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ആ മണ്ഡലങ്ങളെ തോൽപ്പിക്കുന്ന ദൈവശക്തി നമ്മുടെ മേൽ പകരാൻ കർത്താവ് വിശ്വസ്തന. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. കർത്താവെ, ഇന്ന ഇന്ന മേഖലകളിൽ സ്ഥിരമായി പരാജയപ്പെടുന്ന ആമേൻ എൻ്റെ ചില സ്വഭാവങ്ങൾ, ആമേൻ ആ സ്വഭാവങ്ങളുടെ മേൽ ജയമെടുക്കേണ്ടതിന് ആമേൻ ഇന്നു പകൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നു. ആ സാഹചര്യങ്ങളെ ജയിക്കുന്ന, ആ അനുഭവങ്ങളെ ജയിക്കുന്ന, ആ അവസ്ഥകളെ ജയിപ്പിക്കാൻ എന്നെ സഹായിക്കുന്ന അങ്ങയുടെ ശക്തിയുടെ കൈമാറ്റം എൻ്റെ മേൽ അങ്ങ് നടത്തിത്തരണമേ കർത്താവേ. ആമേൻ ചില ദൃശ്യങ്ങളുടെ മുൻപിൽ അടമാ നഗതകസിയാര ഞാൻ പരാജയപ്പെട്ടു പോയി. ചില സംഭവങ്ങളുടെ മുൻപിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. ചില സാഹചര്യങ്ങളുടെ നടുവിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. അത് ചെയ്യരുതെന്ന് പലവട്ടം ആവർത്തിച്ച് ഞാൻ ആഗ്രഹിച്ചിട്ടും സാഹചര്യങ്ങൾ അനുകൂലമായി വന്നപ്പോൾ തോറ്റുപോയ എൻ്റെ ജീവിതത്തിൽ ഇന്ന് പകൽ എന്നെ ജയാളിയാക്കി നിർത്താൻ കഴിവുള്ള അടകനഘടക ഹംദൽ കർമ്മവടകടക രഹസ്യാര ആമേൻ യേശുക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ പകർന്ന് വിശ്വാസത്താൽ ദൈവശക്തിയാൽ എന്നെ സൂക്ഷിക്കാൻ അങ്ങ് വിശ്വസ്തനാകയാൽ ഇന്ന് പകൽ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ വചനധ്യാനമൊക്കെ നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള ചില ഘടകങ്ങളുടെ ആമേൻ ലഭ്യതയ്ക്ക് വേണ്ടിയേ അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ല. ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, വാഗ്ദത്ത മണ്ഡലത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവൻ ആവശ്യമുള്ള കാടപ്പക്ഷി അവൻ ചോദിച്ചിട്ടല്ല അവന് കൊടുക്കുന്നത്. അവൻ പോലും ആഗ്രഹിക്കാത്ത, അവൻ പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ആമേൻ ഒരു ഉറവയിൽ നിന്നാണ് നിനക്ക് കാടപ്പക്ഷി വരുന്നത്. നിനക്കറിയത്തില്ല, കാറ്റ് കാടപ്പക്ഷിയെ പ്രസവിക്കുമെന്ന് നിനക്കറിയത്തില്ല. എന്നാൽ ഇറങ്ങിത്തിരിച്ച നിനക്ക് വേണ്ടി കാടപ്പക്ഷിയെ കൊണ്ടുവരാൻ കാറ്റിനോട് കൽപ്പിച്ച ഒരു ദൈവമാണ് നിന്നെ പുറപ്പെടുവിച്ചതെങ്കിൽ പകൽ വാഗ്ദത്ത ജനതയുടെ യാത്രയ്ക്ക് ആവശ്യമുള്ള സകലതും തരാൻ അവൻ വിശ്വസ്തനാകയാൽ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നേ?
വാഗ്ദത്ത ജനതയ്ക്ക് സഞ്ചരിക്കാൻ ദൈവം വെച്ച ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കുന്ന പാപത്തിൻ്റെ ശക്തിയെ തകർത്ത് കളയാനുള്ള ദൈവശക്തിയുടെ കൈമാറ്റം എനിക്ക് തരുമെന്ന് ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആമേൻ, എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരുമെന്ന് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആമേൻ, ആമേൻ, സർപ്പത്തെ ചവിട്ടാനുള്ള അധികാരം അങ്ങനെക്ക് തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പാമ്പിനെ, തേളിനെ, സകല ബലത്തെയും ചവിട്ടാൻ അങ്ങനെക്ക് അധികാരം തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കാനുള്ള ദൈവികമായ അധികാരവും ബലവും അങ്ങനെക്ക് തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇന്ന് പകൽ ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലകളുടെ ഞങ്ങളുടെ ജീവിത വഴികളിൽ പരാജയപ്പെട്ട സകല അനുഭവങ്ങളെയും കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ സമർപ്പിച്ച് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. അവനെ പരാജയപ്പെടുത്തിയ പല പാപശക്തികളെയും തകർത്ത് കളയാൻ എന്നെ അവൻ കരുത്തുള്ളവനാക്കുന്ന ദൈവത്തിന്റെ ശക്തി പ്രാപിക്കേണ്ടതിന് ഇന്ന് പകൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ സമ്മതിക്കുന്നു. കർത്താവേ, പാപം ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുകയാണ്. ക്രിസ്തുവിനുള്ളവർ അവനെ അതിന്റെ ജഡക മോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു എന്നങ്ങളുടെ വചനത്തെ ഇന്ന് പകൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇന്നലെ വരെ എന്നിൽ സംഭവിച്ച സകല പരാജയങ്ങളും ഇനി സംഭവിക്കാത്ത നിലയിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? യേശുവേ, യേശുവേ, മനസാക്ഷിയിൽ പലപ്പോഴും പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഇന്നലകളുടെ അനുഭവങ്ങൾ ഇനി ആവർത്തിച്ചാലും അവിടെ തകർന്നു വീഴാതെ എന്നെ നിർത്താൻ കഴിവുള്ള അങ്ങയുടെ ശക്തിക്കായി ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് ആമേൻ. ഈ വചനം ഹൃദയത്തിൽ തൊടുന്ന ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് പകൽ കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയും. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുകയും. എന്തുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നത്? ഞാൻ അബ്രഹാമിനെയും എന്നെയും കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ അബ്രഹാമിൽ ഉണ്ടായിരുന്ന ഒരു യോഗ്യതയും എനിക്കില്ല എങ്കിലും എന്നെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ തെരഞ്ഞെടുത്തവൻ എന്നെ യോഗ്യതയുള്ളവനാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് എന്ന എൻ്റെ വിശ്വാസമാണ് എന്നെ ഇവിടെ ഉറപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആമേൻ, വാഗ്ദത്തം കേട്ട സാറയുടെ ഗർഭപാത്രം ചത്തുപോയാലും ആ ചത്ത ഗർഭപാത്രത്തിൽ ജീവൻ പകർന്നിട്ട് അതിനകത്ത് ഇസഹാക്കിനെ ജനിപ്പിച്ചെടുക്കാൻ ആ ദൈവം ശക്തനാകയാൽ യോഗ്യതയില്ലാത്ത ചത്തുപോയ നിന്റെ സാഹചര്യങ്ങളിൽ ഇന്ന് പകൽ ദൈവദത്തമായ ജീവനെ പകർന്നിട്ട് അതിനകത്തു വിശ്വസ്തനായ ഒരാത്മീക സന്തതിയെ ജനിപ്പിക്കാൻ ഇന്ന് പകൽ നിന്നെ തെരഞ്ഞെടുത്ത ദൈവം ശക്തനാകയാൽ ഇന്ന് പകൽ നീ വിശ്വസിച്ചേ മതിയാകൂ. തടിച്ച നാവുള്ളവനെയാ തമ്പുരാൻ തെരഞ്ഞെടുത്തതെങ്കിൽ ആ നാവോട് ചേർന്നിരുന്ന് കാര്യങ്ങളെ നടത്താൻ ആ തെരഞ്ഞെടുത്തവൻ ശക്തനാ. എടുത്തുചാട്ടക്കാരനായ ശീമോനെയാ തെരഞ്ഞെടുത്തതെങ്കിൽ അവനോട് ചേർന്നിരുന്ന് അവനെ കൊണ്ട് 3000 എണ്ണത്തെ ഒറ്റയടിക്ക് സ്നാനപ്പെടുത്തി എടുക്കാൻ അവൻ തെരഞ്ഞെടുത്തവൻ ശക്തനാ. ക്രിസ്തീയ മാർഗത്തിൽ പോകുന്ന സകല എണ്ണത്തെയും ഉപദ്രവിക്കുന്ന ചിന്താഗതിയുള്ള ശൗലിനെ കൊണ്ട് ദൈവസഭകളെ പണിയിക്കുന്നവനാക്കി മാറ്റാൻ അവനെ തെരഞ്ഞെടുത്തവൻ ശക്തനാ. മാറത്ത് ചാരിക്കടന്ന യോഹന്നാനെ ഡൊമീഷ്യൻ എടുത്ത് ആമേൻ പത്മോസിന്റെ ഇരുണ്ട മണ്ഡലത്തിൽ വലിച്ചെറിഞ്ഞാലും ആ പത്മോസിനകത്തിട്ട് വെളിപ്പാട് കൊടുത്തിട്ട് ദൈവസഭകളെ പ്രത്യാശയുടെ നിലവാരത്തിൽ കൊണ്ടുവരാൻ ആമേൻ ആ യോഹന്നാനെ ഉപയോഗിക്കാൻ അവനെ തെരഞ്ഞെടുത്ത ദൈവം ശക്തനാകയാൽ ഇന്ന് പകൽ നിന്നെ തെരഞ്ഞെടുത്ത ദൈവം നിന്നിലൂടെ ആഗ്രഹിക്കുന്ന മുഴുവൻ ദൈവപ്രവർത്തികളും വെളിപ്പെടുത്തത്തക്ക നിലവാരത്തിൽ നിന്നിലുള്ള നിർജീവ ഘടകങ്ങളെ മാറ്റി
മാറ്റിക്കളഞ്ഞ് നിന്റെ മേൽ അവന്റെ ജീവൻ പകർന്ന് നിന്നെ യോഗ്യതയുള്ളവനാക്കി മാറ്റാൻ അവൻ ശക്തൻ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് യാക്കോബെ നിന്നെ കുറിച്ച് ആലോചന പറഞ്ഞാലും ദീർഘമായ 20 വർഷങ്ങൾ പരാജയപ്പെട്ട് നീ പോയാൽ ആ 20ാമത്തെ വർഷം നിന്റെ അടുത്തിറങ്ങി നിന്നെ ബഥേലിലേക്ക് തിരികെ കൊണ്ടുവന്ന അമ്മയുടെ ഉദരത്തിൽ പറഞ്ഞിരിക്കുന്ന ദൂത് നിറവേറ്റാൻ യാബോക്ക് കടവിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി നിന്റെ ശരീരത്തിൽ അവൻ സ്പർശിച്ച് ആമേൻ അനന്തര തലമുറകളെ ആത്മനിറവോടെ പ്രവചിച്ച് അനുഗ്രഹിക്കുന്ന ഒരു തലത്തിൽ നിന്നെ കൊണ്ടുവരാൻ അവിടെ കൊണ്ടും തീർന്നില്ല. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയത്തക്ക തരത്തിൽ നിന്നെ പണിതെടുക്കാൻ നിന്നെ തെരഞ്ഞെടുത്ത ദൈവം ശക്തനാകയാൽ ഇന്ന് പകൽ വാഗ്ദത്ത മണ്ഡലത്തിലേക്ക് വന്ന നിന്റെയും എന്റെയും ജീവിതത്തിൽ വ്യാപരിക്കുന്ന സകല നിർജീവ മണ്ഡലങ്ങളെയും ദൈവത്തിന്റെ ഒറ്റ ശബ്ദത്താൽ മാറ്റിയെടുത്ത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് പോരാടാൻ കഴിയുമെങ്കിൽ, നിനക്കൊന്ന് കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് തമ്പുരാനോട് സഹകരിക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ മാറ്റിയെടുക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ. പക്ഷെ വിശ്വസിക്കാവോ? അത് സമ്മതിക്കാമോ? കർത്താവെ, തോറ്റുപോയവന്, നിർജീവത്വമുള്ളവന് ഇനി ആ വാഗ്ദത്തമൊക്കെ പ്രാപിക്കാൻ കഴിയുമോ എന്ന് പോലും വിശ്വസിക്കാൻ കഴിവില്ലാത്ത ഒരു നിലവാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് പകൽ എൻ്റെ മുൻപിൽ ഇറങ്ങി വരുന്ന അങ്ങയുടെ ശബ്ദത്തെ നോക്കി ഞാൻ പറയാം, ആമേൻ, 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 ആമേൻ. അപ്പൊ എന്താ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം നോക്കിയേ. കർത്താവേ, പാപം ചെയ്യാൻ ഇടയാകാത്ത തരത്തിൽ എൻ്റെ മേൽ പകരുന്ന ദൈവശക്തിയാൽ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി അങ്ങനെ സൂക്ഷിക്കുന്നതയുമാണ്. അങ്ങേക്ക് വേണ്ടി എന്നെ സൂക്ഷിക്കുന്നതയുമാണ്. ഞാൻ സഹകരിക്കാൻ മനസ്സാണെങ്കിൽ എന്നെ സൂക്ഷിക്കാൻ അങ്ങ് ശക്തനാ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ സമർപ്പിക്കുകയാ, അങ്ങനെ സൂക്ഷിക്കണം. ഈ പരാജയങ്ങൾ ആവർത്തിക്കുന്നു, അതുകൊണ്ട് ഇതിനകത്ത് രക്ഷയില്ല എന്ന് പറഞ്ഞ് തകർന്ന ഒരു മനസ്സാണ് നിങ്ങളുടെതെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് അവിടെയാണ് നമ്മളെ സഹായിക്കുന്നില്ല. ആമേൻ. തോറ്റുപോയ ഒത്തിരി സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, പരാജയപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ആ മേഖലകളിൽ ഇന്ന് പകൽ ദൈവത്തിനൊന്ന് പണിയാൻ നിങ്ങളെ ഒന്ന് സമർപ്പിക്കാമോ? അവിടെ കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയും. അടുത്ത ഭാഗത്ത് യൂദാ പറഞ്ഞത്, ആമേൻ, സംരക്ഷിക്കപ്പെട്ടുമിരിക്കുന്ന വിളിക്കപ്പെട്ടവർക്ക് ഞാൻ എഴുതുന്നത്, വിളിക്കപ്പെട്ടവർക്ക് ഞാൻ എഴുതുന്നത്. അവൻ വാസ്തവത്തിൽ ദൈവം എന്നെ വിളിച്ചു എന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ആമേൻ. വിളി ഉള്ളവരായതുകൊണ്ട് തന്നെ വിളി ഉള്ളവൻ സൂക്ഷിക്കേണ്ട ആമേൻ ശക്തമായ ഒരു മേഖലയാണ് വിളി ഉള്ളവൻ ഇടറാൻ സാധ്യതയുള്ളവനാണ്. നിങ്ങൾക്ക് വിളിയുണ്ടല്ലേ? വിളി ഉണ്ടെങ്കിൽ വിളിയുള്ളവൻ ഇടറാൻ സാധ്യതയുള്ളവനാണ്. അത് പത്രോസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആ പദം പത്രോസ് പറഞ്ഞത് നോക്കിക്കേ, ഇടറിപ്പോവുക എന്ന പദമാണ് പറഞ്ഞത്. നമ്മളെല്ലാം ആമേൻ ആളുകളെ കുറിച്ച് പറയുന്നത് അകന്നു പോകുമ്പോഴാണ്. എന്നാൽ വചനം ഈ അകന്നു പോകുന്നതിനെ കുറിച്ചല്ല നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ, ഇടറിപ്പോകുന്നതിനെ കുറിച്ചാണ്. അകത്തളങ്ങളിൽ കാലങ്ങളായി സംഭവിക്കുന്ന ഇടർച്ചകളാണ് പിന്നീട് അകൽച്ചയായി തീരുന്നത്. അപ്പോൾ നമ്മളിൽ ഇടർച്ച വരുന്നത് ആരും അറിയുന്നില്ല, നമ്മളിൽ അകൽച്ച വരുന്നത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. 4 മാസമൊക്കെ ചർച്ചിൽ ആക്റ്റീവായി നിൽക്കുന്ന മനുഷ്യൻ 4 മാസം കഴിഞ്ഞ് അകന്നു പോകുമ്പോൾ നമ്മളെല്ലാം പറയേ ആ മനുഷ്യൻ അകന്നു പോയി. പ്രിയരെ,
അകന്നുപോയത് 4-ാമത്തെ മാസത്തിലാണ്. പക്ഷേ അവനിൽ അകൽച്ച വെളിപ്പെടുന്നതിന് മുൻപേ, എത്രയോ മുൻപേ അവൻ ഇടർച്ചകൾ വെളിപ്പെട്ടു. ഈ ഇടർച്ചകൾ മനസ്സിലാക്കുന്നത് ഒരുവൻ മാത്രം, നസറായൻ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തിനായി പോരാടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അടുത്തത് വെളിപ്പെട്ടു വരേണ്ടത്, കർത്താവേ, ഇടറിപ്പോകാൻ ഇടയാകാത്ത തരത്തിൽ ദൈവം എന്നെ സഹായിക്കണം. അകലുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇടർച്ചകൾ നമ്മളും ദൈവവും അറിയുന്നുണ്ട്. അകൽച്ചകളാണ് പിന്നീട് പബ്ലിക് അറിയുന്നത്. നമുക്ക് ഇന്ന് പകലും പറയാൻ പറ്റുമല്ലേ, അവരകന്നു പോയി, അവർ പിന്മാറിപ്പോയി എന്ന്. പിന്മാറിപ്പോയവരുടെ ഒരു ലിസ്റ്റ് നിനക്ക് പറയാൻ പറ്റിയേക്കാം. എന്നാൽ നീ അകത്തു നിൽക്കുന്നവനെങ്കിലും ഇന്ന് നീ ഇടറി നിൽക്കുന്നവനാണെന്ന് ആമേൻ യേശു കർത്താവിന് മാത്രം അറിയാം. അപ്പൊ ഇടർച്ചകളെ പരിഹരിക്കാൻ ഇന്ന് പകൽ തമ്പുരാൻ വിശ്വസ്തനാ. അപ്പൊ ആരാ ഇടറുന്നത്? 3 മേഖലകളിൽ ഇടർച്ചകൾ സംഭവിക്കും. വിളിയുടെ പ്രത്യേകത ഈ 3 മണ്ഡലത്തിലാണ്. 1, പിതൃഭവനത്തിലേക്കുള്ള വിളി, ചാർച്ചക്കാരിലേക്കുള്ള വിളി. 2, പ്രവാചകനായിട്ടുള്ള വിളി. 3, ശിഷ്യത്വ മണ്ഡലത്തിലേക്കുള്ള വിളി. ഇവിടെയെല്ലാം ഇടർച്ചകൾ വെളിപ്പെടുന്ന പുസ്തകത്തിൽ പറയുന്നു. പുതുനഗരമായ നസ്രത്ത് പള്ളിക്കകത്ത് യേശു കർത്താവ് കയറി നിന്ന് യെശയ്യാ പ്രവചനത്തിന്റെ ചുരുളങ്ങോട്ട് വിടർത്തി വിളിച്ചു പറഞ്ഞു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും ആമേൻ കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഈ യെശയ്യാ പ്രവചനത്തിന്റെ ചുരുളിലെ ഈ വചനം അങ്ങോട്ട് തമ്പുരാൻ വായിക്കുമ്പോൾ നസ്രത്ത് പള്ളിക്കകത്തിരിക്കുന്നവന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞങ്ങൾക്ക് അറിയാവുന്ന വാക്യ. ഇപ്പൊ ഈ വായിച്ച ദൈവദാസൻ എത്ര വയസ്സുണ്ട്? 30. ഈ ദൂതിന്റെ പഴക്കമോ 700 ഉണ്ടോ? അപ്പൊ 700ഓളം വർഷം പഴക്കമുള്ള ദൂത് 30 വയസ്സുകാരനെടുത്ത് വായിക്കുമ്പോ നസ്രത്ത് പള്ളിക്കകത്തിരുന്നവൻ പറഞ്ഞതെന്താണെന്നറിയാമോ? ഇത് അറിയാം ഈ വാക്യം. ഞങ്ങള് കാലങ്ങളോളം വായിക്കുകയും ചുരുട്ടുകയും മടക്കുകയും ഒക്കെ വെക്കുകയും ചെയ്തിട്ട് പോയതാ. അടുത്ത ആളും ഇത് തന്നെ വായിക്കുന്നു. ആ പറഞ്ഞ ആ വചനയില്ലേ, ആ വായിച്ച ദൂതില്ലേ, ആ ദൂതിൽ അകത്തിരിക്കുന്ന ജീവനു വേണ്ടി ദാഹിച്ചവർ വിരളമാവിടെ. എന്നെ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചന ചുരുളിനകത്ത് നിന്ന് യേശു ക്രിസ്തു എടുത്ത് വായിച്ച ആ വചനത്തിന്റെ ജീവൻ, ആ വചനത്തിന്റെ ആത്മാവ്, ആ വചനത്തിന്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന് കരഞ്ഞ മനസ്സുകൾ നസ്രത്തിനകത്ത് വിരളമാ. പിന്നെ അവരെന്താ പറഞ്ഞറിയാവോ? ഇവൻ ജോസഫിന്റെ മകനല്ലേ. സത്യത്തിൽ അവരുടെ മനസ്സ് എവിടെ വരണം എന്നറിയാം? അവരുടെ മനസ്സ് ആ വചനത്തിൽ വരണം. പക്ഷെ ഒരിക്കലും അവരാ വചനത്തിലോട്ട് പോയില്ല, അവർ പ്രാസംഗികനിൽ നിന്നു. നമ്മളെ എല്ലാ ശുശ്രൂഷകളുടെ അനുഭവങ്ങളുടെ പരാജയം അവിടെ. നമ്മൾ ആമേൻ വെളിപ്പെടുന്ന വചനത്തിലോട്ട് പോകുന്നില്ല, നമ്മൾ പ്രാസംഗികരിൽ നിൽക്കുകയാണ്. അവൻ ജോസഫിന്റെ മകൻ, അവൻ മറിയത്തിന്റെ മകൻ, യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവർ അവന്റെ സഹോദരങ്ങൾ, അവന്റെ സഹോദരിമാർ നമ്മളോടൊപ്പമില്ലേ. പറഞ്ഞത് സത്യ, പറഞ്ഞത് വളരെ സത്യ. പക്ഷേ മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അടുത്തൊരു വാക്യം, ഇങ്ങനെ പറഞ്ഞ് അവർ അവങ്കൽ ഇടറി. ഇങ്ങനെ പറഞ്ഞ് അവർ അവങ്കൽ ഇടറി. തീർന്നു. കാലങ്ങളായി പുരോഹിതന്മാർ ആ വചനം പറഞ്ഞ് വചനത്തിന്റെ അകത്തുള്ള അഭിഷേകത്തെ വെളിപ്പെടുത്താതിരുന്നു.
നിന്നപ്പോൾ ആമേൻ നസറായൻ അന്നു പകൽ പള്ളിക്കകത്ത് കയറിയിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ആമേൻ ആ ചുരുള് മടക്കിയിട്ട് ആ ചുരുളിനകത്ത് കിടക്കുന്ന ആമേൻ അഭിഷേകത്തിന്റെ പുതപ്പിനെ പുറത്തേക്ക് എടുക്കാൻ തയ്യാറായി നിന്നപ്പോൾ ഇന്ന് പകൽ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന വചനത്തിന്റെ അകത്ത് കിടക്കുന്ന ആമേൻ അഭിഷേകത്തെ വലിച്ചെടുക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാകാൻ നസ്രത്തെ, പിതൃഭവനമേ, ചാർച്ചക്കാരെ, സ്വന്തം ദേശമേ, നിങ്ങൾ ഇടറി. ഇത് വാസ്തവത്തിൽ നമ്മളെ കുറിച്ചല്ലേ? പരിചയവും പഴക്കവും പാരമ്പര്യവും ഒക്കെ നമുക്ക് തന്ന ചില ബോധ്യങ്ങൾ നമ്മളെ പലപ്പോഴും വിശ്വാസ ജീവിതത്തിന്റെ പാരമ്യതയിലേക്ക് നടത്തുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് ഇന്നു പകൽ നാം വരുന്നെങ്കിൽ ഇന്നു പകൽ എൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും എന്നറിയാവോ? കർത്താവേ, നസ്രത്തിൻ്റെ മേൽ വ്യാപരിച്ച പാരമ്പര്യത്തിൻ്റെ ഇടർച്ചകൾ എൻ്റെ മേൽ സംഭവിക്കാതിരിക്കേണ്ടതിന് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ഇടർച്ചയുടെ മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകട്ടെ. അവിടെ എൻ്റെ മനോഭാവം, എൻ്റെ ചിന്താഗതികൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ സമർപ്പണം, അതെല്ലാം കർത്താവിൻ്റെ വചനത്തിന് അനുസൃതമായി വരാൻ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ആത്മീകനെ നിങ്ങൾ നിങ്ങളുടെ അകത്ത് കാണുന്നുണ്ടോ? എപ്പഫ്രാസിന്റെ പോരാട്ടം എന്താ? നിങ്ങൾ തികഞ്ഞവരും. പൗലോസ് എന്താ പറഞ്ഞത്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. ഒരു തികവിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ നടത്താൻ വേണ്ടി ഒരാത്മീക പിതാവിന്റെ സ്ഥാനത്ത് നിന്നൊരുത്തൻ യുദ്ധം ചെയ്യുകയാണ്. ഇപ്പൊ ആയിരിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ വരണ്ട അനുഭവങ്ങളിൽ നിന്ന് അർത്ഥപൂർണമായ ഒരു തലത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ വചനധ്യാനത്തിൽ നിന്ന് രൂപപ്പെടുന്ന പ്രാർത്ഥനയുടെ അധികാരം ഇടർച്ചകളുടെ മണ്ഡലങ്ങളെ തകർക്കത്തക്ക തരത്തിൽ ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, എൻ്റെ പരിചയം അല്ല, എൻ്റെ ഇതുവരെയുള്ള സകല പഴമ ദീർഘവർഷങ്ങളുടെ അനുഭവങ്ങൾ ഇതെല്ലാം കർത്താവേ എന്നിൽ നിന്ന് മാറിപ്പോയിട്ട് ആദ്യമായി ആ വചനത്തെ വായിക്കത്തക്ക തരത്തിൽ അതൊന്ന് വായിക്കാൻ കർത്താവെ സഹായിക്കണേ. പറ്റുന്നുണ്ടോ നമുക്ക്? ഞാൻ പല സന്ദർഭങ്ങളിലും വചനം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത, ഇത് പ്രസംഗിച്ചല്ലേ, ഇനി അതിനകത്തൊന്നും എന്ത് പറയാനാ? അടുത്തെടുക്കുമ്പോൾ ഇത് പ്രസംഗിച്ചല്ലേ. ഇങ്ങനെ പ്രസംഗിച്ച പാരമ്പര്യത്തിൽ ഞാൻ ഈ ഏടുകൾ മറിക്കുന്ന സ്വഭാവം ഇല്ലേ, അത് എന്നിൽ നിന്ന് വിട്ടുപോകണം. പ്രസംഗിക്കാൻ വേണ്ടി വചനം വായിക്കുന്ന ഒരു സ്വഭാവം ഇല്ലേ, ഇതും വിട്ടുപോകണം. ജീവിക്കാൻ വേണ്ടി വായിക്കത്തക്ക തരത്തിൽ രൂപപ്പെടുന്ന ഒരു പുതിയ മനസ്സ്, ഇതാണ് നമ്മുടെ അകത്ത് സംഭവിക്കേണ്ടത്. ഇതിന് ആ പഴയ മനസ്സില്ലേ, ഇതൊന്ന് മാറാനൊക്കെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഈ മണ്ഡലങ്ങളൊക്കെ നമുക്ക് യുദ്ധം ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. നമുക്കാകെപ്പാടെ അറിയാവുന്നത് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിൽക്കുന്ന ചില കോവിലുകളും ക്ഷേത്രങ്ങളും കുരിശടികളും പള്ളികളും ഇതെല്ലാം നമുക്കെതിരെയുള്ള ശക്തികളെന്ന് വിശ്വസിച്ച് ശാസിച്ചു പോകുന്നതല്ലാതെ ഇതിനകത്ത് ദീർഘവർഷങ്ങളായിരിക്കുന്ന കുടിയിരിപ്പുകളെ തകർക്കാൻ നാം ലെവലേശം ശ്രമിക്കുന്നില്ല. കുരിശടി കാണുമ്പോൾ നമ്മൾ പറയും പോരാട്ടത്തിൻ്റെ ശക്തിയാണ്, വേറൊന്ന് കാണുമ്പോൾ നമ്മൾ പറയും പോരാട്ടം. അതിനേക്കാൾ കടുത്ത ഒരു സാധനം ദീർഘവർഷമായി നിന്റെ അകത്ത് കുടിയിരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ മേഖലകളാണ് ഈ വചനത്തിൻ്റെ ജീവൻ കൊണ്ട് തകർക്കപ്പെടുന്നത്.
ആമേൻ. വചനത്തിന്റെ പ്രകാശത്തിലാണ് ആ ചെങ്ങലകൾ ഇന്ന് പകൽ പൊട്ടിത്തെറിക്കേണ്ടത്. അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, അത് ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ശക്തമായവ. ആമേൻ. അവയാലാണ് ഞങ്ങൾ പോരാടുന്നത്. രക്ഷയുടെ നിർണയം വെച്ചിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. വിശ്വാസത്തിന്റെ പരിച വെച്ചിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. ദൈവവചനം എന്ന് പറയുന്ന ആത്മാവിന്റെ വാള് വെച്ച് ഞങ്ങൾ പോരാടുന്നുണ്ട്. ആമേൻ. സത്യമായ ആമേൻ ഒന്നുകൊണ്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. നീതിയുടെ കവചം കൊണ്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിഞ്ഞ് ഞങ്ങൾ പോരാടുന്നുണ്ട്. ആ തരത്തിലേക്കുള്ള ആത്മീക യുദ്ധത്തിനായി നമ്മളെ ഒരുക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് താല്പര്യത്തോടെ നിൽക്കുന്നെന്ന് എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ ദൈവാത്മാവ് ശക്തനാണ്. പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ദീർഘമായ പഴമകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഇടർച്ചകൾ കർത്താവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകേണ്ടതിന് ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ആമേൻ. കേവലം നിസ്സാരമായൊന്ന് ചിന്തിച്ചേ. ആദ്യമായി പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് നമ്മൾ കൈയടിച്ചു, നമ്മൾ പാട്ടുപാടി, നമ്മൾ ആമേൻ പറഞ്ഞു, നമ്മൾ ഹല്ലേലൂയ പറഞ്ഞു. പക്ഷേ ആമേൻ പഴകുന്നതിനനുസരിച്ച് ആമേൻ നമ്മുടെ പാട്ടുകൾ, നമ്മുടെ കയ്യടി, നമ്മുടെ വചനധ്യാനം, നമ്മുടെ ആമേൻ, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയാവോ? ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് പുതുതായിട്ടൊരുത്തൻ അബദ്ധത്തിൽ ഇതിനകത്ത് കയറി അവനിതെല്ലാം കണ്ട് എല്ലാം മറന്ന് കൈയടിച്ചൊക്കെ ആരാധിക്കുന്ന കാണുമ്പോൾ നമ്മൾ അവനെ നോക്കി മനസ്സുകൊണ്ട് പറയും, എത്ര നാളാ, തുടക്കക്കാരനല്ലേ, പോട്ടെ. കണ്ടോ ഒരു നസ്രത്ത് അകത്ത് കിടക്കുന്നേ? പക്ഷെ നമ്മുടെ തുടക്കം എങ്ങനായിരുന്നു? നമ്മുടെ തുടക്കം ഇതിനേക്കാൾ ഭീകരായിരുന്നില്ലേ? ഞാൻ പരിശുദ്ധാത്മാഭിഷേകം, ഞാൻ അന്യഭാഷ ആദ്യം പറയുന്നത് 3 വയസ്സുള്ള എൻ്റെ മോൻ എൻ്റെ ചുമലിൽ കിടക്കുമ്പോഴാണ്. 3 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് എൻ്റെ ഇടത്തെ ചുമലിൽ കിടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അന്യഭാഷ പറയുന്നത്. അപ്പോൾ എനിക്കന്ന് കൈയടിക്കാൻ പറ്റുന്നില്ല. കൈയടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു, കുഞ്ഞില്ലാത്ത സമയത്ത്, കുഞ്ഞിനെ എടുക്കാതെ കൈയടിച്ച സമയത്ത് കിട്ടിയിട്ടില്ല. ഇതെൻ്റെ ചിന്തയാണേ. പിന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ തോളിൽ കിടക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടുമോ? എൻ്റെ ഹൃദയത്തിൽ ആരോ എന്നോട് ചോദിക്കുന്നതായിട്ട് തോന്നി, നിനക്ക് കുഞ്ഞിനെ തന്നതാരാ? ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ദൈവം. ഞാനാ നിനക്ക് കുഞ്ഞിനെ തന്നതെങ്കിൽ ആ കുഞ്ഞ് നിൻ്റെ തോളിൽ കിടക്കുന്നത് അഭിഷേകം, ആത്മശക്തി, ആമേൻ, അന്യഭാഷ ഒന്നും പറയുന്നതിന് തടസ്സമല്ല. ഈ ചിന്ത എൻ്റെ മേൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ മോൻ്റെ ആമേൻ പുറത്തിങ്ങനെ തട്ടിക്കൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിക്കണേ. 3 വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ ഇടത്തെ തോളിലിട്ട് അവൻ്റെ പുറത്ത് കൈവച്ച് തട്ടിക്കൊണ്ട് ഞാൻ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായി അന്യഭാഷ പറയുന്നത്. ഇന്ന് പകൽ നമ്മിൽ നിന്ന് വിട്ടുപോകേണ്ടത് പഴമയുടെ ഒരു ജീർണതയാണ്. ഞങ്ങൾക്കറിയാം ബ്രദർ, ഞങ്ങൾക്കറിയാം ദേവദാസനെ. അതല്ലേ, ഞങ്ങൾക്കറിയാം. ഇങ്ങനെയല്ലേ, അത് ഞങ്ങൾക്കറിയാം. ഇല്ല, നിനക്കൊന്നും അറിയത്തില്ല. 2, പിതൃനഗരത്തിന് വിളിക്കപ്പെട്ടവനെ നിന്നിലുള്ള ഇടർച്ചകൾ മാറേണ്ടതിന് ഇന്ന് പകൽ നീ യുദ്ധം ചെയ്യണം. യോർദാന്റെ കരയിൽ ഉയർന്നു കേട്ടൊരു ശബ്ദമുണ്ട്, അതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പറഞ്ഞത് യോഹന്നാനാ. ചോദിച്ചേ, നിനക്ക് സംശയമുണ്ടോ അതിൽ? ഇല്ല. ഇതുവരെ ആരും പറയാത്തൊരു ദൂത് നീയല്ലേ പറഞ്ഞത്, നിനക്ക് സംശയമുണ്ടോ അതിൽ? ഇല്ല. എന്താ കാര്യം? എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞത് എന്തെന്നാൽ അതാ ദൂതിന്റെ ആശയം. അപ്പോൾ 10,000ങ്ങളുടെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ 10,000-ൽ ഒരുത്തന് പോലും പറയാൻ കഴിയാതിരുന്ന ഒരു വെളിപ്പാട് ഇവനാ പറഞ്ഞ യോഹന്നാൻ. അതാ നിന്റെ സുഖസമൃദ്ധിയുടെ, നിന്റെ ശുശ്രൂഷയുടെ ഉജ്ജ്വല നാളുകളിൽ
ഇവിടെയെല്ലാം നീ ശക്തമായി നിന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു തടവറയ്ക്കകത്ത് യോഹന്നാൻ എന്ന് പറഞ്ഞ പ്രവാചകൻ വലിച്ചെറിയപ്പെട്ട് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അവന്റെ മുൻപിൽ അടഞ്ഞു വീണപ്പോൾ യോർദാന്റെ നദിക്കരയിൽ അതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ലോകത്തോട് പറഞ്ഞ പ്രവാചകൻ തടവറയുടെ അനുഭവത്തിൽ കടന്ന് വിളിച്ചു ചോദിച്ചു, ആ വരുവാനുള്ളവൻ നീയോ? അവൻ തന്നെയെന്ന് പ്രവചിച്ചത് ഇന്നലെ ആരാ പ്രവചിച്ചേ? യേശു കർത്താവ് പറഞ്ഞു, ഓർത്ത് നോക്കിയേ. ഇപ്പൊ ഈ സ്ക്രീനിൽ എന്തോ ഇപ്പൊ കാണിക്കുന്നേ? ആണോ? നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതലാണോ അത് ക്ലിയർ ആവുന്നത്? ആണോ? നിങ്ങളുടെ മുൻപിൽ ദേ ആളത്വമായി നിൽക്കുന്ന എന്നെ വിട്ടിട്ടാണ് നിങ്ങൾ ഈ സ്ക്രീനിലോട്ട് നോക്കുന്നത്. ദൈവമേ, ഇത് തന്നെ യേശുവിന്റെ ദുഃഖം എന്ന് ഓർത്തോണം. ആളത്വമായി നിൽക്കുന്നവനെ വേണ്ട, സ്ക്രീനിൽ വരുന്ന ഇല്ലേ? നമ്മൾ പലപ്പോഴും സ്ക്രീനിന്റെ മുമ്പിലാ. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മുമ്പിൽ ഒരു സ്ക്രീനാ. ആളത്വമായി ഇതേ ഇവിടെ ഞാൻ ജീവനോടെ കണ്ടോ. ഹലോ, എന്നെ വിട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇന്ന് വൈകിട്ട് ഇത് ചുരുട്ടിക്കും. ശ്രദ്ധിച്ചേ, സുഗമമായും സുഖമായും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ആ മനുഷ്യനാണ് വരുവാനുള്ളവെന്ന് പറയാൻ നമുക്ക് കാണിക്കുന്ന തൻ്റെ ഇടം. ഒരുപക്ഷെ വരണ്ട ജീവിതാനുഭവങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദിനരാത്രങ്ങളിലും അത് തന്നെ പ്രവചിച്ചു നിൽക്കാനുള്ള ഊർജത്തിന്റെ പകർച്ചയാണ് ഇടർച്ചയുടെ മണ്ഡലങ്ങളെ തകർത്തെറിയുന്ന അഭിഷേകം. അതാ യൂദാ പറഞ്ഞത്, വിളിക്കപ്പെട്ടവരോട് ഞാൻ എഴുതുകയാ. ഇടറാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിൽക്കുന്ന പ്രിയരെ ഞാൻ പറയുകയാ, നിങ്ങൾക്ക് യുദ്ധമുണ്ട്. എന്തിന്? ഈടറിപ്പോകാതിരിക്കാൻ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ഇന്ന് പകൽ ശ്രമിക്കേ. പ്രവാചകന്റെ നിയോഗമുള്ളവനെ കല്ലെറിഞ്ഞാലും അവന്റെ പ്രവചനങ്ങൾ അവസാനിക്കുന്നില്ല എങ്കിൽ, നിയോഗമുള്ളവനെ പത്മോസിലെടുത്തിട്ടാലും അവിടെ വെളിപ്പാട് പ്രാപിക്കത്തക്ക തരത്തിൽ നിന്റെ ചുമലിൽ കരം വെച്ചിറങ്ങി വരുന്ന മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, പത്മോസിലിരിക്കുന്ന യോഹന്നാന്റെ ഈ കണ്ടടങ്ങളിൽ ഒരു ചെറിയ ചലനം മാത്രം ഉണ്ടായിരുന്നെന്ന. അസ്ഥിയോട് പറ്റിയിരിക്കുന്ന ത്വക്കും നിറം മങ്ങി ശോഷിച്ച ഒരു ശരീരവുമുള്ള ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഈ കണ്ടടങ്ങളിൽ മാത്രം ഒരു ചലനം നടക്കുമ്പോൾ, മാറത്ത് ചാരിയിരുന്ന കാലത്ത് നിനക്കൊണ്ടായിരുന്ന സൗന്ദര്യം ഒരുപക്ഷെ ഇന്നില്ലായിരിക്കാം യോഹന്നാനെ. അന്നൊരു പക്ഷേ വിരിച്ചൊരുക്കിയ മാളിക മുറിക്കകത്ത് മാർവത്ത് ചാരിയിരുന്നപ്പോൾ നീ ഏറ്റെടുത്ത ഹൃദയസ്പന്ദനത്തിൻ്റെ താളമുണ്ടാകും. എന്നാൽ ഈ വർത്തമാന കാലഘട്ടം ഒരുപക്ഷെ ഒരു പത്മോസിൻ്റെ അകത്തളങ്ങളിൽ നിറം മങ്ങി മേധസ് ഉരുകി മാറി ഒരു ചലനം മാത്രം അവശേഷിക്കുന്നവനായി നീ നിൽക്കുമ്പോഴും എല്ലാം അവസാനിച്ചു പോയോ എന്ന് നിന്റെ ഹൃദയം പലയാവർത്തി നിന്നോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ ആ പത്മോസിലേക്ക് ഇറങ്ങി വന്ന് ആർക്കും ഇതുവരെ കൈമാറാത്തതും ദൈവസഭ എടുക്കപ്പെടുന്നതുവരെ ദൈവസഭയുടെ അധരം ആവർത്തിച്ചു പറയുന്നതുമായ ഒരു പ്രാർത്ഥനയുടെ വാചകം അതിനെ പുറപ്പെടുവിക്കുന്ന കർത്താവേ വരണമേ എന്ന് ദൈവസഭയുടെ അധരത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തക്ക നിലവാരത്തിലുള്ള ഒരു വെളിപ്പാട് നിന്റെ മേൽ കൈമാറി നിന്നോടുള്ള വിശ്വസ്തത വെളിപ്പെടുത്തുന്ന മാറത്ത് പൊൻകച്ച കെട്ടിയവൻ ഉണ്ട് എന്ന യാഥാർത്ഥ്യ ബോധമാണ് ഇന്ന് പകൽ ഞാനും നീയും അനുഭവിക്കുന്ന
വരുത്ത ജീവിത അനുഭവങ്ങളുടെ മണ്ഡലങ്ങളിലും ഇടറാതെ നമ്മളെ നിർത്തുന്നത്. വേദികളിൽ നീ അനേകർക്ക് ആശ്വാസമാകപ്പെടും. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നവനെ പോലെ, നിന്റെ കാല് ഉറയ്ക്കാത്തവനെ പോലെ ഒക്കെ നിൽക്കുന്ന നിന്റെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും നിന്റെ ചുമലിൽ കരം വയ്ക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരുവനാണ് നമ്മെ വിളിച്ചവനെന്നുള്ള വെളിപ്പാടിൽ ഇന്ന് പകൽ നമ്മെ ഉറപ്പിക്കേണ്ടതിന് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കട്ടെ. വിളിയുള്ള എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ സാധ്യതയുള്ള സകല ഇടർച്ചകളുടെ മണ്ഡലങ്ങളെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്താലും അങ്ങയുടെ വചനത്താലും ഇന്ന് പകൽ ഞാൻ ജയിക്കുന്നെന്ന് പറയാൻ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പാരമ്പര്യങ്ങൾ സകലതും യേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്വാധീനിക്കാതിരിക്കട്ടെ. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? 11 പേരും മൗനമായിരുന്നപ്പോൾ ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പറയാം, നീ സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. എന്നാൽ അരമനയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടവനായി എൻ്റെ നാഥൻ നിന്നപ്പോൾ ആമേൻ പരിചാരികയുടെ ഒരു വാചകം അവൻ കേട്ടു. ആമേൻ, നീ അവനോടുകൂടെ ഇരുന്നവനല്ലേ? എന്തേ നിനക്ക് പറയാൻ പറ്റിയില്ല? സത്യം, ഞാൻ അവനോടുകൂടെ ഇരുന്നവനാന്ന്. ശാസ്ത്രിമാരോട് തർക്കിച്ച് യേശു നിന്നപ്പോ നീ ചാരത്തുണ്ട് യേശുവിന്റെ കൂടെ അല്ലേ? ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോ ആ മുറിക്കകത്ത് തമ്പുരാന്റെ കൂടെ നീ നിന്നവനാ. ഇവിടെയെല്ലാം നിന്റെ മനസ്സിലുള്ള യേശുവിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ആമേൻ കരം കൊടുക്കാൻ നിവർത്തിയില്ലാത്തപ്പോ വേഗത്തിൽ കരം കൊടുക്കുന്നവൻ, അമ്മായിയമ്മയ്ക്ക് പനി വന്നാൽ വേഗത്തിൽ സൗഖ്യമാക്കുന്നവൻ, ആമേൻ അഥവാ ഒന്ന് താന്നുപോയാൽ വേഗത്തിൽ വിടുവിക്കുന്നവൻ. നിന്റെ മനസ്സിലുള്ള യേശുവിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ആവശ്യമുള്ള നേരത്തു വേഗത്തിൽ വിടുതൽ തരുന്ന ഒരു യേശുവിനെയാണ് നിന്റെ മനസ്സിലുള്ളത്. ആ യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ബന്ധിക്കപ്പെടും, ഞാൻ കാൽവരി ക്രൂശിൽ തകരും. 3.5 വർഷത്തെ സുഖകരമായ ജീവിതത്തിൻ്റെ ഒടുവിൽ 3 ദിനരാത്രങ്ങളുടെ പ്രയാസമേറിയ ഒരു ക്രൂശിൻ്റെ അനുഭവം വരുന്നു. പത്രോസ് എന്താ പറഞ്ഞറിയാവോ? അരുത്, ആ ഒരു യേശുവിനെ വേണ്ട. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നീ ക്രൂശിക്കപ്പെടും, നീ മരിക്കും, നിന്നെ അടക്കും, എന്നാൽ 3-ാം ദിവസം ഞാൻ നിന്നെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പത്രോസ് പറഞ്ഞേനല്ലേ? ആമേൻ. പക്ഷെ ഇപ്പൊ പത്രോസ് കേട്ടത് അങ്ങനല്ല, ഞാൻ ക്രൂശിക്കപ്പെടും. പത്രോസിന്റെ ചോദ്യം, കർത്താവേ, ഞാൻ ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും, ഉയർപ്പിക്കാൻ നീ ഉണ്ട്. നീ ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സുഖമായി നമ്മളെ നടത്തുന്ന 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷേ ഇരുണ്ട 3 ദിവസങ്ങൾ വന്നാൽ നമ്മുടെ സമ്പത്തോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ ശുശ്രൂഷയോ, നമ്മുടെ പ്രശസ്തിയോ, ഇതെല്ലാം ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 3 ദിവസങ്ങളുടെ അസ്വസ്ഥതകൾ വന്നാൽ അരുത്, സംഭവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ വിളിയുള്ള ശിഷ്യനോട് തമ്പുരാൻ എന്താ പറഞ്ഞറിയാമോ? നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എനിക്ക് ഇടർച്ചയാ. പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഇടർച്ചകളുടെ സകല അനുഭവങ്ങളും ഇന്ന് പകൽ എന്നെ വിട്ടുപോകണം. അടുത്ത വാക്യം കൂടെ പറഞ്ഞ് ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്.
യൂദാ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കട്ടെ. ബാക്കി ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിക്കേ. കൃപയാ പറഞ്ഞ എല്ലാവരും, കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എന്നാൽ യൂദാ പറഞ്ഞു, ഞാൻ കൃപ ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത്, ഞാൻ പറയുന്നു നിങ്ങൾക്ക് കരുണ വർദ്ധിക്കട്ടെ. എന്താ വ്യത്യാസം? അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ നന്മകൾ ദാനമായി എനിക്ക് നൽകിയതാ കൃപ. ഞാൻ അനുഭവിച്ചു. അർഹിക്കാത്തതെല്ലാം ഞാൻ നിങ്ങൾ അനുഭവിച്ചേ. പക്ഷെ അർഹിക്കാത്ത ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ച കൃപ, അത് നീ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, കൃപ അനുഭവിച്ചവന് നടക്കാൻ ഒരു വഴിയുണ്ടായിരുന്നു, അനുസരിക്കാൻ ഒരു നിയമം. അങ്ങനെ ആ നിയമലംഘനങ്ങൾ നമ്മിൽ സംഭവിച്ചപ്പോൾ ന്യായമായും നമുക്ക് ലഭിക്കേണ്ട ഒരു ശിക്ഷയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? കർത്താവേ, അത് ന്യായമാണ്, ഞാൻ എൻ്റെ ലംഘനങ്ങൾക്ക് ഞാൻ ന്യായമായി അനുഭവിക്കേണ്ട ഒരു ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലംഘനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, പിന്നെ അല്ലേ ലംഘനങ്ങൾക്കൊരു ശിക്ഷയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ന്യായമായും എന്നിൽ സംഭവിച്ച ലംഘനങ്ങൾക്കൊരു ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ന്യായമായും എനിക്ക് ലഭിക്കേണ്ട ശിക്ഷകളെ മാറ്റിക്കളയുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഇന്ന് പകൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഏതാ വേണ്ടുന്നേ? ഏതാ വേണ്ടുന്നേ? ഏതാ വേണ്ടുന്നേ? ഏതാ വേണ്ടുന്നേ? പക്ഷെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഏതാ? നമുക്ക് അർഹതയില്ലാത്തത് ഇപ്പോഴും കിട്ടുന്ന കൃപയാ നമ്മുടെ മനസ്സിൽ. പക്ഷേ ന്യായമായും അർഹിക്കുന്ന ചില ശിക്ഷകൾ ഇങ്ങനെ അക്കൗണ്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്, ഇതൊന്ന് മാറിപ്പോകണ്ടേ? ഇന്ന് പകൽ പ്രിയരെ, അല്പനേരം നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാമോ? കർത്താവേ, ഈ വർത്തമാനകാല ജീവിതത്തിൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെ ശക്തികൾ എന്നെ തകർക്കാതിരിക്കേണ്ടതിന് എൻ്റെ മേൽ പകരപ്പെടുന്ന ദൈവശക്തിയെ വിശ്വസിച്ച് ഞാൻ എന്നെ അതിനായി സമർപ്പിക്കുന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, ഹൃദയം പ്രാർത്ഥിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തകർച്ചകളും ഇനി ആവർത്തിക്കപ്പെടാതിരിക്കത്തക്ക തരത്തിൽ എന്നെ ജയാളിയാക്കി തീർക്കാൻ എൻ്റെ മേൽ പകരുന്ന അങ്ങയുടെ ആത്മശക്തിക്കായി സ്തോത്രം ചെയ്യും. ഓ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടത് ഞാൻ സമ്മതിക്കും. എന്നാൽ ആ പരാജയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആ പരാജയങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക തരത്തിൽ എൻ്റെ മേൽ അങ്ങയുടെ ശക്തി പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ, ദൈവശക്തിയാൽ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി അങ്ങനെ സൂക്ഷിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇനിയും അങ്ങനെ പാപം ചെയ്ത് തുടരാനല്ല, പിന്നെയോ ഇനിയും ആ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക തരത്തിൽ ആ പാപശക്തികളെ തകർക്കാൻ എന്നെ കരുത്തുള്ളവനാക്കി തീർക്കുന്ന ദൈവശക്തിക്കായി ഇന്ന് പകൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നലകളിൽ എൻ്റെ തോറ്റുപോയി, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ തോറ്റുപോയി, എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ തോറ്റുപോയി, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഞാൻ പരാജയം അനുഭവിച്ചു, എൻ്റെ പ്രവർത്തികളിൽ, എൻ്റെ പെരുമാറ്റങ്ങളിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ സംസാരങ്ങളിൽ, എൻ്റെ യാത്രകളിൽ ഒക്കെ എന്നെ പരാജയപ്പെടുത്തിയ ചില മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ ആ പാപശക്തികൾ, ആ പാപസ്വാധീനങ്ങൾ, ആ പാപരാഗങ്ങൾ, ആ ആസക്തികളുടെ മേൽ എന്നെ ജയാളിയാക്കി തീർക്കുന്ന യേശുവിൻ്റെ ശക്തി വിശ്വാസത്താൽ എൻ്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഒരുപക്ഷെ അതെൻ്റെ ശരീരത്തിൽ ഒന്നും അനുഭവിക്കാൻ ഇടയാകാത്തതായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ ശരീരത്തിൽ ഒന്നും ഞാൻ അനുഭവിക്കുന്നില്ലായിരിക്കാം.
എൻ്റെ ദേഹമണ്ഡലത്തിൽ ദേഹി ആത്മമണ്ഡലത്തിലൊന്നും ആമേൻ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ലായിരിക്കാമെന്നാൽ ഇന്ന് പകൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ആമേൻ വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ തോറ്റവനാണ്, ഞാൻ പരാജയപ്പെട്ടവനാണെന്നാൽ ഇന്ന് പകൽ എൻ്റെ പരാജയങ്ങളെ മുഴുവനും മാറ്റിക്കളയുന്നവനായി എൻ്റെ മേൽ ശക്തി തരുന്ന റമന ഹതനജനദന അതൽക്കമന ഘടക രകൽക്കമസിയാന്തനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുക. നിരാശയുടെ മണ്ഡലങ്ങൾ നിന്നെ വിട്ടുപോകട്ടെ, സംശയങ്ങൾ നിന്നെ വിട്ടുപോകട്ടെ, ഭയം നിന്നെ വിട്ടുപോകട്ടെ, ആകുലതകൾ നിന്നെ വിട്ടുപോകട്ടെ, ഉത്കണ്ഠകൾ നിന്നെ വിട്ടുപോകട്ടെ, പരാജയ ഭീതികൾ നിന്നെ വിട്ടുപോകട്ടെ, ഇന്നലകളുടെ പരാജയത്തിന്റെ ഓർമ്മകൾ നിന്നെ വിട്ടുപോകട്ടെ. ആമേൻ. ജയിക്കാൻ കഴിയത്തില്ല എന്ന ബലഹീന ചിന്തകൾ നിന്നെ വിട്ടുപോകട്ടെ. ഇനി എനിക്ക് ജയിക്കാൻ കഴിയത്തില്ലായിരിക്കുമെന്ന ബലഹീനമായ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ വചനത്തിന്റെ ശക്തിയാൽ എല്ലാവരെയും വിട്ടുപോകട്ടെ. ആത്മമണ്ഡലത്തിൽ അസാധാരണമായ വിടുതലുകൾക്കായി ഇന്ന് പകൽ ഞങ്ങൾ വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ദീർഘവർഷങ്ങൾ എൻ്റെ അധ്വാനം പരാജയപ്പെട്ടു പോയി കാണും, എൻ്റെ പ്രാർത്ഥനകൾ പരാജയപ്പെട്ടെന്ന് എനിക്ക് തോന്നലുണ്ടാകും. എന്നാൽ ആ മണ്ഡലങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഞാൻ ജയമെടുക്കുകയാണ്. അടമ ശമന ഘടകരഹസ്യാര രക്തം 24 വർഷങ്ങൾ ഒരുപക്ഷെ ആമേൻ സന്തതിയെ ജനിപ്പിക്കാൻ കഴിയാത്തവനായിരിക്കാം ഞാൻ. എന്നാൽ ഇന്ന് പകൽ ആമേൻ എന്നെ ജയിപ്പിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ നാമത്താൽ ഞാൻ ഇന്ന് പകൽ വീണ്ടും സമർപ്പിക്കുകയാണ്. ആമേൻ. ഞാൻ വാഗ്ദത്ത സന്തതിയെ ജനിപ്പിക്കാൻ പോകുന്നു. ആമേൻ. നിർജീവമായ എൻ്റെ ശരീരത്തിന് മേൽ യേശുവിന്റെ ജീവൻ വ്യാപരിക്കുന്നു. ഉടബലഘടകരകമസിയാന്തനായ വാഗ്ദത്ത സന്തതികളെ ജനിപ്പിക്കാൻ കഴിവില്ലാത്ത നിർജീവത്വം വ്യാപരിച്ചു നിൽക്കുന്ന ഗർഭപാത്രങ്ങളെ ഇന്ന് പകൽ ജീവിപ്പിക്കുന്ന പ്രാർത്ഥിക്കുക. വചനത്താൽ ഇന്ന് പകൽ ജയം നടക്കട്ടെ. വചനത്താൽ പലപ്പോഴും നിന്നെ സംശയിപ്പിക്കുന്ന, പലപ്പോഴും നിന്നെ ഭയപ്പെടുത്തുന്ന, പലപ്പോഴും നിന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന, പലപ്പോഴും നിന്നെ ചിന്താകുലങ്ങളിൽ പെടുത്തുന്ന ആ വിചാരങ്ങളുടെ മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ആ വചന സ്ഫോടനമായി തീരട്ടെ. ആ വചനത്തിന്റെ പ്രകാശം അടിക്കട്ടെ. ആ ചെങ്ങലകൾ ഇന്ന് പകൽ പൊട്ടട്ടെ. വചനത്താൽ പ്രാർത്ഥിക്കുക. ആ വചനം വാളുപോലെ ഇന്ന് പകൽ അകത്ത് ചില വിടുതലുകൾ ചെയ്യട്ടെ. ഇന്ന് പകൽ പരാജയ ഭീതികൾ, നിരാശയുടെ ബോധ്യങ്ങൾ, സംശയ വിചാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. നിർജീവത്വ മണ്ഡലങ്ങളിൽ ജീവൻ വ്യാപരിപ്പിക്കാൻ കഴിവുള്ളവനാണവൻ. ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ചില മരണമണ്ഡലങ്ങളെ മാറ്റിക്കളയാൻ എൻ്റെ യേശു ശക്തൻ. നഷ്ടപ്പെട്ടത് ഇന്ന് പകൽ തിരികെ വരട്ടെ. നഷ്ടപ്പെട്ടത് ഇന്ന് പകൽ തിരികെ പ്രാപിക്കട്ടെ. നഷ്ടപ്പെട്ട ദ്രഹ്മകൾ ഇന്ന് പകൽ കണ്ടെത്തട്ടെ. നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ ഇന്ന് പകൽ തിരികെ എടുക്കട്ടെ. നഷ്ടപ്പെട്ട ശക്തി ഇന്ന് പകൽ തിരികെ വരട്ടെ. നഷ്ടപ്പെട്ട പ്രാർത്ഥന ഇന്ന് പകൽ തിരികെ വരട്ടെ. നഷ്ടപ്പെട്ട അധികാരം ഇന്ന് പകൽ തിരികെ വരട്ടെ. നഷ്ടപ്പെട്ട
ചില ശുശ്രൂഷകൾ ഇന്ന് പകൽ മടങ്ങി വരട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നുകയാൽ പ്രായം കവിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനുള്ള ശക്തി സാറ തിരികെ പ്രാപിച്ചു. ഇന്ന് പകൽ തിരികെ പ്രാപിക്കട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ ഇന്ന് പകൽ ഞാൻ ചിലത് തിരികെ പ്രാപിക്കട്ടെ, തിരികെ പ്രാപിക്കട്ടെ, തിരികെ പ്രാപിക്കട്ടെ, തിരികെ പ്രാപിക്കട്ടെ. തിരികെ പ്രാപിക്കുക. അധികാരത്തോടെ വിശ്വാസത്തോടെ ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ തന്റെ ജനം ഇന്ന് പകൽ ചലിക്കട്ടെ. Ramanama Shantana Rakamalama Siduna Udana Rabaleke Mose Kebeliantuni Udama Shekeloro Sekemeneyantanaya യേശുവിന്റെ നാമത്തിൽ നിർജീവത്വം വ്യാപരിക്കുന്ന സകല അവയവങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്താൽ സൗഖ്യമാകട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല നിർജീവത്വ മണ്ഡലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഇന്ന് പകല വചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് കൽപ്പിക്കുന്നു. അത് സൗഖ്യമാകാം, സൗഖ്യമാകാം. Ramashadana Ragadili Ori Kamaladana Gadagalagasiyadana Yadana Ori Managadagalagama Sidhana Ragabadana Hadana Udivartini Alagadagaraga Pravadigamanagadagaragartinia Samana Duragamalagadagaragatini Dulagadagaraga Pravasiara ഇടർച്ചകളുടെ മണ്ഡലങ്ങൾ അഴിയട്ടെ. ഇന്ന് പകൽ പിതൃനഗരത്തിന്റെ ഇടർച്ചകൾ, പാരമ്പര്യ ബോധങ്ങൾ, പാരമ്പര്യ ബോധങ്ങൾ, പഴമയുടെ ബോധങ്ങൾ, പരിചയ സമ്പന്നതയുടെ അഹങ്കാരം യേശുവിന്റെ നാമത്താൽ ഞങ്ങളെ വിട്ടുപോകട്ടെ. ശിഷ്യന്റെ മേലും പ്രവാചകന്റെ മേലും വ്യാപരിച്ച ഇടർച്ചകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ വിട്ടുപോകട്ടെ കർത്താവേ. ഇടർച്ചകളുടെ ചിന്തകൾ, ഇടർച്ചയുടെ ആത്മാക്കൾ, ഇടർച്ചകളുടെ യുദ്ധങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ വിട്ടുപോകട്ടെ. ആ മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം പ്രാപിക്കുന്നു. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. വിളിയുള്ള നിന്റെ ജീവിതത്തിൽ, വിളിയുള്ള എന്റെ ജീവിതത്തിൽ നമ്മളെ ഇടർച്ചയുള്ളവരാക്കി തീർക്കാൻ ആമേൻ വ്യാപരിക്കുന്ന സകല സാത്താന്യ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അബദ്ധമായി പോകട്ടെ. പിശാചും അവന്റെ ദൂതന്മാരും നിനക്കും എനിക്കുമെതിരെ ഇന്ന് പകൽ അണിയറയിൽ നടത്തുന്ന മുഴുവൻ തന്ത്രങ്ങളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അബദ്ധമായി പോകട്ടെ. ഇന്ന് പകൽ നീ പോരാടി പ്രാർത്ഥിക്കേ, പോരാടി പ്രാർത്ഥിക്കേ. ആത്മമണ്ഡലത്തിൽ വചനത്തിന്റെ വെളിപ്പാടിൽ പോരാടി പ്രാർത്ഥിക്കേ. നിനക്കും എനിക്കുമെതിരെ പിശാചും അവന്റെ ദൂതന്മാരും തയ്യാറാക്കുന്ന മുഴുവൻ പദ്ധതികളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അബദ്ധമായി പോകട്ടെ. ജൂഡവർത്ത വേദകർമ്മ ധാനകക്ഷ വാദകർമ്മ വൽക്കവക്ഷി വാദകർമ്മ ധൂരജാന വൈഡവർത്തി വദകരക്ഷ വന്ദവക്ഷി വേദകർമ്മ ദുൽഖമാന അസട രഗജലഘടക വൽക്കമന ഘടക സപ്തനക്ഷസിയാര
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ വഴികൾ തുറക്കട്ടെ, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശൂന്യതകൾ മാറിപ്പോകട്ടെ, അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്താൽ അതിനുമേൽ ജയമെടുക്കുകയോ. പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലേക്ക് ഇന്ന് പകൽ കയറുക. പ്രാർത്ഥനയുടെ അടുത്ത മണ്ഡലത്തിലേക്ക് ഇന്ന് പകൽ കയറുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ പോരാളിയായി നീ മാറുക. ആമേൻ. വചനത്തിന്റെ വെളിച്ചത്തിൽ, വചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ സാധാരണമായ പ്രാർത്ഥനയുടെ അഭിഷേകം ഇന്ന് പകൽ നമ്മുടെ മേൽ സ്വർഗം അയക്കട്ടെ. ദേശങ്ങളെ കീഴ്പ്പെടുത്തുന്ന, രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഉടമ ശമനകടകരകസിയാല അടകരകദല ഹടകരകപവതിനി ഉടകപ്രവസിയരകദലകടകസിയാല. ഈ തലമുറയുടെ ജോൺ വെസ്ലിമാർ എഴുന്നേൽക്കട്ടെ. ഈ തലമുറയുടെ ചാൾസ് ഫിന്നി എഴുന്നേൽക്കട്ടെ. ഈ തലമുറയുടെ എപ്പഫ്രാസ് എഴുന്നേൽക്കട്ടെ. ഈ തലമുറയുടെ പൗലോസ് എഴുന്നേൽക്കട്ടെ. ഈ തലമുറയുടെ ജോർജ് മുള്ളർ എഴുന്നേൽക്കട്ടെ. In Jesus' name. Jesus.